മൃഗങ്ങൾ ചിന്തിക്കുന്നില്ല എന്നതായിരുന്നു സയന്റിസ്റ്റുകളുടെ പഴയകാല കണ്ടുപിടുത്തം. പക്ഷേ ഈ അടുത്ത കാലത്താണ് മൃഗങ്ങളും ചിന്തിക്കുമെന്ന് സയന്റിസ്റ്റുകൾക്ക് മനസ്സിലായത്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്ന ഘടകം ഭാഷയാണല്ലോ. ചിന്തക്ക് ഭാഷ അനിവാര്യമാണ് എന്നായിരുന്നു സയന്റിസ്റ്റുകൾ ആദ്യം കരുതിയിരുന്നത്. പരസ്പരം ചിന്തകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്നതിനും ഭാഷ വേണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പിങ്ക് ആനകൾ വരി വരിയായി നടന്നു പോകുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ പിക്ചർ മനസ്സിൽ സങ്കല്പിക്കുന്നുണ്ടാവും. ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ലാത്ത പിങ്ക് ആനകളെ നമുക്ക് സങ്കല്പിക്കാൻ സാധിച്ചത് പിങ്ക് എന്ന വാക്കും ആന എന്ന വാക്കും കൂടിച്ചേർന്നത് കൊണ്ടാണ്. അപ്പോൾ വാക്കില്ലാതെ ചിന്തയില്ല എന്നൊരു കാര്യം സ്ഥാപിതമാകും. പക്ഷേ പുതിയ പഠനങ്ങൾ അങ്ങനെയല്ല എന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. ആന്തരികമായ ഒരു മോണോലോഗും ഇല്ലാതെ പല ആളുകളും ചിന്തിക്കുന്നുണ്ടത്രേ. നമുക്കത് തിരിച്ചറിയാനാവാത്തത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് സാർവത്രിക ചിന്ത എന്ന് കരുതുന്നത് കൊണ്ടാണ്. ഒരു വാക്കും മനസ്സിൽ ഉച്ചരിക്കാതെ എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്. എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അതോ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ലേ? ഒരു വാക്കും ഒരു പേരും ഒരു സിമ്പലും മനസ്സിൽ ഉച്ചരിക്കാതെ എന്തെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് മൃഗങ്ങളും ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക.